കരുനാഗപ്പള്ളി നഗരത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായി കേശവപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 2.5 കോടി രൂപയുടെ MCF സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് പറഞ്ഞു. 35 ഡിവിഷനുകളിലും മിനി MCFകൾ സ്ഥാപിക്കും. തകർന്നു കിടക്കുന്ന നഗരസഭാ റോഡുകൾ നന്നാക്കുന്നതിന് 6.5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ തകർന്നു കിടക്കുന്ന നഗരസഭാ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് അടിയന്തരമായിട്ട് 6.5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും. പുതിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. തുറയിൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന നഗര ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായ കെട്ടിട നിർമ്മാണം ഉടൻ തന്നെ ഈ സൗകര്യ കാലാവധിക്കകത്ത് പൂർത്തിയാക്കി അതിപുതിയങ്ങൾക്ക് കൊണ്ടുകൊടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കുടിവെള്ള പദ്ധതി അതിന്റെ പുറകിൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ നഗരസഭ ചെയർമാൻ ഒരുപാട് പ്രാവശ്യം അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഇനിയും അത് പോയി നടത്തി എത്തുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം നടപ്പിലാക്കും. തഴത്തോടുകളുടെ നവീകരണത്തിന് പദ്ധതി നടപ്പാക്കും. പള്ളിക്കലാർ കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതി നടപ്പാക്കും. കളിസ്ഥലത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ യാഥാർത്ഥ്യമാക്കും. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.